പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷ ഭാഗം 3-ാം അധ്യായത്തിൽ 3 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. യേശുവും നിക്കോദീമോസുമായി സംസാരിക്കുന്ന സമയത്ത് യേശു അവരോട് പറയുകയാണ്, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുക സാധ്യമല്ല. അപ്പോൾ അവൻ ചോദിക്കുന്നു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് വീണ്ടും ജനിക്കുക സാധിക്കുമോ? അപ്പോൾ യേശു തുടർന്ന് ഇപ്രകാരം പറയുകയാണ്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ദൈവവചനത്താൽ ദൈവാത്മാവിനാൽ വീണ്ടും ജനിക്കണം ഓരോ മനുഷ്യനും. ആത്മാവിനാലും വചനത്താലും വിശുദ്ധീകരിക്കപ്പെടണം ഓരോ മനുഷ്യനും എന്ന് കർത്താവായ യേശു വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്ന് നാം നോക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷ ഭാഗത്തിൽ 2-ാം അധ്യായത്തിൽ 3 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടുന്ന് പ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. കാനായിലെ കല്യാണ സദ്യ നടക്കുന്ന വീട്ടിൽ യേശുവും അമ്മയും ശിഷ്യന്മാരുമൊക്കെ ആയിരിക്കുന്ന സമയം അവിടെ വീഞ്ഞു തീർന്നു പോയ സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ യേശുവിനെ സമീപിച്ച് പറയുകയാണ്, ഇവർക്ക് വീഞ്ഞു തീർന്നു പോയിരിക്കുന്നു, ഇവർ ദുരിതത്തിലാണ്. അപ്പോൾ യേശു പറയുന്ന മറുപടി ഇതാണ്, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അപ്പോൾ അവൾ പരിചാരകരുടെ അടുക്കൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്നവരോട് പറയുകയാണ്, അവൻ പറയുന്നത് കേൾക്കുക, അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. വിശുദ്ധ യോഹന്നാൻ സുവിശേഷ ഭാഗം 19-ാം അധ്യായം 26-27 തിരുവചന ഭാഗം. അവിടെ നാം പ്രകാരം കാണുകയാണ്, കുരിശിൽ കിടക്കുന്ന യേശു, കുരിശിൻ്റെ താഴെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് അടുത്ത് നിൽക്കുന്ന താൻ സ്നേഹിക്കുന്ന ശിഷ്യനോട്, തൻ്റെ പ്രിയപ്പെട്ടവനോട്, താൻ സ്നേഹിക്കുന്ന സകലരോടും, താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരോട് മുഴുവനോടും പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. ആ അമ്മയെ നോക്കി, പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് യേശു ആ മകനോടും പറയുന്നത് ഇതാണ്. അമ്മയോട് പറയുന്നത്, ഇതാ നിന്റെ മകൻ. നാം കാണുകയാണ്, അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നാം ഓരോരുത്തരും വീണ്ടും ജനിക്കുന്നതിന് വേണ്ടിയിട്ട്, വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം നടക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി നൽകിയത് അവൻ്റെ അമ്മയാണ്. പരിശുദ്ധ അമ്മ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭവതിയായത്. ഇന്ന് നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, സമർപ്പിച്ചു കഴിഞ്ഞാൽ, അമ്മയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന അനന്തമായ വരപ്രസാദത്തിലൂടെ, കൃപകളിലൂടെ, വചനത്താലും ആത്മാവിനാലും വിശുദ്ധീകരിക്കപ്പെടുവാനും വീണ്ടും ജനിക്കുവാനും ദൈവമായ കർത്താവ് നമുക്ക് ഒരു ഗർഭപാത്രത്തെ, ഒരമ്മയെ നൽകി അമ്മയുള്ള മക്കളാക്കി, അമ്മയുള്ള ദൈവം അമ്മയുള്ള മക്കളാക്കി നമ്മെ ഓരോരുത്തരെയും മാറ്റിക്കൊണ്ട് അവൻ്റെ അമ്മയെ നമുക്കായി നൽകി. പ്രിയപ്പെട്ടവർ, ഇതിനായി നമ്മിലുണ്ടായിരിക്കേണ്ട ഒരു പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത്, യേശു കാനായിലെ കല്യാണ വിരുന്നിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയോട് പറയുന്ന സമയത്ത് ഇപ്രകാരം പറയുക, എനിക്കും നിനക്കുമെന്ത്?
യേശു വളരെ കൃത്യമായി പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതം ആത്മാവിനാലും വചനത്താലും വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരണം നടക്കണമെങ്കിൽ അവൻ ചെയ്യേണ്ടത് അവൻ ദൈവമായ കർത്താവിൽ ശരണപ്പെടേണ്ടിയിരിക്കുന്നു, ദൈവമായ കർത്താവിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ അമ്മ ഈ സംഭവം പറയുമ്പോൾ യേശു പറയുന്നത്, ഇവർക്ക് എന്നിൽ ശരണപ്പെടുവാൻ, എന്നിൽ ആശ്രയിക്കുവാൻ കഴിയാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇവർക്ക് നിന്നിൽ ആശ്രയിക്കുവാൻ, നിന്നിൽ ശരണപ്പെടുവാൻ കഴിയാതെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിലൂടെ ദൈവമായ കർത്താവ് ഈ സാഹചര്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന വലിയ കാര്യമാണ് നാം യേശുവിൽ ശരണപ്പെടുക, നാം പരിശുദ്ധ അമ്മയിൽ ശരണപ്പെടുക. വിശ്വാസം, സ്നേഹം, ശരണം എന്നീ പുണ്യങ്ങൾ ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് നാം ധ്യാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ശരണം എന്നുള്ള പുണ്യത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുക. ഇവിടെ ഈ മക്കൾക്ക് ദൈവത്തിൽ ശരണപ്പെടുവാൻ, യേശുവിൽ ശരണപ്പെടുവാൻ സാധിക്കാതെ നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ അവരോട് പറയുകയാണ്, യേശുക്രിസ്തുവിൽ ശരണപ്പെടുക, യേശുക്രിസ്തുവിൽ ആശ്രയിക്കുക, അവൻ്റെ അടുക്കിലേക്ക് വരിക, അവൻ പറയുന്നത് അനുസരിക്കുക. പ്രിയപ്പെട്ടവരെ, അവർ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടതനുസരിച്ച് അവൻ്റെ അടുക്കിലേക്ക് വന്നുവെങ്കിൽ, ഒരു മനുഷ്യന് ദൈവത്തിൽ ശരണപ്പെടുവാൻ, യേശുവിൽ ശരണപ്പെടുവാൻ സാധിക്കാതെ നിൽക്കുന്ന സമയത്ത് അവനെ ദൈവത്തിൽ ശരണപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കുവാൻ അവനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അമ്മയെ അവന് നൽകിയത്. ആശ്രയിക്കാൻ കഴിയാത്തവന്, ശരണപ്പെടാൻ കഴിയാത്തവന് യേശുവിൽ ശരണപ്പെടുവാനുള്ള കൃപ ലഭിക്കുവാൻ, യേശുവിൽ ആശ്രയിക്കുവാനുള്ള ശക്തി ലഭിക്കുവാൻ, ദൈവവചനത്തിലേക്ക്, ആത്മാവിലേക്ക് കടന്നു വരുവാൻ, ആത്മാവിനാലും വചനത്താലും വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിൽ ശരണപ്പെടുക, പരിശുദ്ധ അമ്മയിൽ ശരണപ്പെടുക. അപ്രകാരം യേശുവിൽ അവർ ശരണപ്പെട്ടപ്പോൾ, യേശു പറഞ്ഞത് അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ, അവരുടെ ജീവിതത്തിൽ ഇതാ പുതിയ ഒരു കാര്യം സംഭവിക്കുകയാണ്. വീണ്ടും ജനിക്കുന്ന അവസ്ഥ, പുതിയൊരു കാര്യം സംഭവിക്കുകയാണ്. ഇതിലൂടെ അവരുടെ ജീവിതം വളരെ വ്യത്യസ്തമായ, അല്ലെങ്കിൽ വളരെയധികം മാധുര്യമുള്ള ഒന്നായി മാറുകയും അതിനെല്ലാവരും സാക്ഷികളായി തീരുകയും ചെയ്യുന്നു. കുരിശിൻ ചുവട്ടിൽ നിന്ന പരിശുദ്ധയമ്മയെയും താൻ സ്നേഹിക്കുന്നവനെയും നോക്കിക്കൊണ്ട് യേശു അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുകയും മകനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ, അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുക, പരിശുദ്ധ അമ്മയിൽ ശരണപ്പെടുന്ന മക്കളായി മാറുക. നിനക്ക് ശരണപ്പെടുവാൻ, നിനക്ക് ആശ്രയിക്കുവാൻ തീർച്ചയായും തികച്ചും വിശ്വസിക്കാവുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ നിനക്ക് നൽകുന്ന ഒരു മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. അമ്മയിൽ ശരണപ്പെടുന്ന, അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ജനിക്കുവാനുള്ള കൃപ ജലത്താലും ആത്മാവിനാലും, വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ അമ്മയുടെ വിമല ഹൃദയം വഴി നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകി ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നാം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ, കരുണയുള്ള അമ്മ നമ്മെ ഓരോരുത്തരെയും വീണ്ടും ജനിക്കുവാനുള്ള കൃപ നൽകി, വചനത്താലും ആത്മാവിനാലും വിശുദ്ധീകരിക്കുവാനുള്ള കൃപ നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് പൂർണ്ണമായും യേശുവിൽ ശരണപ്പെടാം. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ദൈവമായ കർത്താവ് അതിൽ പ്രകാരം പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കൃപകളും വരപ്രസാദങ്ങളും കോരിയെടുക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത് ശരണമെന്ന പുണ്യത്തിലൂടെയാണ്.
ശരണപ്പെടുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിക്കുവാൻ പറ്റുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വളരെ കൃത്യമായി പറയുകയാണ്, ദൈവത്തിൻ്റെ കൃപകൾ സമൃദ്ധമായി, പുത്തൻ കൃപകൾ നിനക്ക് സ്വീകരിക്കണമെങ്കിൽ, അവർക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ശരണപ്പെടുന്ന മനുഷ്യനായി മാറുക. ഇതിൽ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും യേശുക്രിസ്തുവിൽ ശരണപ്പെടുന്ന മനുഷ്യനായി തീരുവാൻ മനുഷ്യവർഗത്തിന് മുഴുവനും വേണ്ടിയും നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. സകലരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചു കൊടുത്ത് മനുഷ്യവർഗം മുഴുവനും ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്ന മക്കളായി തീരുവാൻ, ദൈവരാജ്യത്തിൻ്റെ മക്കളായി തീരുവാൻ, ദൈവരാജ്യമായി ഓരോരുത്തരും മാറുവാൻ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് മനുഷ്യവർഗത്തെ മുഴുവനെ ഏൽപ്പിച്ചു കൊടുത്ത് യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് അവരെ സമർപ്പിച്ച് യേശുവിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അതുവഴി മനുഷ്യവർഗത്തിൽ വലിയ മാനസാന്തരം സംഭവിക്കും എന്ന് വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ അമ്മയുടെ ഹൃദയത്തിൽ നമ്മെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെയും മനുഷ്യവർഗത്തിൻ്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ആത്മശക്തിയിൽ നിറയാം. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. വചനം ഘോഷിക്കുമീ വേളയിൽ, നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കുമീ വേളയിൽ, നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. നമുക്ക് വേണ്ടി വചനവിചിന്തനത്തിനായി നൽകപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 43-ാമത്തെ തിരുവചനമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. രക്തം വിയർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നു. അപ്പോൾ സ്വർഗം അവനൊരു സഹായം നൽകുന്നു, അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതനെ അയക്കുന്നു. കൊച്ചുനാളുകളിൽ കേട്ടിട്ടുള്ള ഒരു കഥ എങ്ങനെയാണ്? കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു ചെറിയ ക്ലാസ്സിൽ ഒരു സിസ്റ്റർ മോറിയ മലയിൽ അബ്രാഹം
ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയ കഥ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ യാത്രയെക്കുറിച്ചൊക്കെ പറയുന്നു. ഇസഹാക്ക് എന്ന മകനെ ബന്ധിച്ച് ബലിപീഠത്തിൽ കിടത്തിയ അബ്രാഹത്തെ കുറിച്ച് സിസ്റ്റർ വിവരിക്കുന്നു. കൊച്ചുകുട്ടികൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ സിസ്റ്റർ പറയുന്നു, ഇതാ കത്തിയെടുത്ത് ഇസഹാക്കിനെ കൊല്ലാൻ വേണ്ടി വെട്ടുന്നു. ഉടനെ ഒരു ദൂതൻ അപ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്നൊരു കൊച്ചു പറഞ്ഞു, എന്റെ സിസ്റ്ററെ, ആ ദൂതനെങ്ങാനും കുറച്ചു വൈകിയിരുന്നെങ്കിലോ. സിസ്റ്റർ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ ആ കഥയിൽ കേട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ദൂതന്മാർ ഒരിക്കലും വൈകാറില്ല. കർത്താവിന്റെ ദൂതന്മാർ ഒരിക്കലും വൈകാറില്ല. മോറിയ മലയിൽ വന്ന ദൈവത്തിന്റെ ദൂതൻ, നസ്രത്തിലെ പട്ടണത്തിൽ പരിശുദ്ധ അമ്മയുടെ മുറിയിലേക്ക് വരുന്ന ദൈവത്തിന്റെ ദൂതൻ, ഗത്സേമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് വരുന്ന കർത്താവിന്റെ ദൂതൻ, വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവം അയക്കുന്ന ദൂതന്മാർ ഒരിക്കലും വൈകാറില്ല. കൃത്യസമയത്ത് തന്നെ അവർ നമ്മുടെ അടുത്ത് എത്തിച്ചേരും എന്ന് തിരിച്ചറിയുക. ദൂതന്മാർ ഒരിക്കലും വൈകാറില്ല. ദൈവം അയക്കുന്ന, സ്വർഗം അയക്കുന്ന ദൂതന്മാർ ഒരിക്കലും വൈകാറില്ല എന്ന ഒരു വലിയ ഉറപ്പ് നമ്മളൊന്ന് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ വ്യാഖ്യാനങ്ങൾ തെറ്റിപ്പോകാറുണ്ട്. വ്യാഖ്യാനങ്ങൾ എവിടെയാണ് തെറ്റിപ്പോകാറ്? ഈ തക്ക സമയം, ശക്തിപ്പെടുത്തുവാൻ ദൂതൻ വരുന്ന തക്ക സമയം ഏതെന്ന് നമ്മൾ കരുതുന്നത് ആയിരിക്കണമെന്നില്ല സ്വർഗം കരുതുന്ന തക്ക സമയം. പ്രിയമുള്ളവരെ, ലാസറിന്റെ തക്ക സമയം എപ്പോഴായിരുന്നു? രോഗിയാണെന്നറിഞ്ഞിട്ടും ഈശോ പോയില്ല. മരിച്ചെന്നറിഞ്ഞിട്ടും പോയില്ല. മരിച്ചു 4-ാം ദിവസം ശരീരം തുടങ്ങുമ്പോഴാണ് ഈശോ അവന്റെ കുഴിമാടത്തിലേക്ക്, കല്ലറയിലേക്ക് ചെല്ലുന്നത്. അവന്റെ തക്ക സമയം അപ്പോഴാണ്. അവനെ ശക്തിപ്പെടുത്താൻ, അവനെ ബലപ്പെടുത്താൻ ദൈവം അയക്കുന്ന സഹായം അപ്പോഴാണ് അവന്റെ അടുത്തേക്ക് എത്തിയത്. രണ്ടാമത്തത്, സ്വർഗം അയക്കുന്ന ദൂതന്മാരായി മാറാൻ നമുക്കൊരു കടമയുണ്ട്. അനേകരെ ശക്തിപ്പെടുത്തേണ്ട ദൂതന്മാരായി ചിലപ്പോൾ സ്വർഗം അയക്കുന്നത് നമ്മളെ തന്നെയായിരിക്കാം. ഭക്ഷണം കഴിക്കാതെ 4, 5, 6 ദിവസമായി നിൽക്കുന്നവന്റെ മുൻപിൽ അന്നമായി അവതരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവന്റെ മുൻപിലെ സ്വർഗമയക്കുന്ന ശക്തി നമ്മളാണ്. ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ ആശ്വാസമായി കടന്നു ചെല്ലാൻ നമുക്ക് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലേക്ക്, അവളുടെ ജീവിതത്തിലേക്ക് സ്വർഗമയക്കുന്ന ദൂതർ നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ 2 കാര്യങ്ങൾ: ശക്തിപ്പെടുത്താനുള്ള സ്വർഗമയക്കുന്ന ദൂതന്മാർ നമ്മുടെ ജീവിതങ്ങളിൽ ഒരിക്കലും വൈകുകയില്ല. ഈ ഒരു ഉറപ്പിനെ മനസ്സിൽ സൂക്ഷിക്കുക. രണ്ടാമതായി, പലപ്പോഴും സ്വർഗമയക്കുന്ന ദൂതന്മാരായി തീരുവാനുള്ള വിളി നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുകയും ചെയ്യും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രതിഷ്ഠാജപം നമുക്ക് ഏറ്റുചൊല്ലാം. എന്റെ രാജ്ഞിയായ അമ്മേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി
അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയോടുള്ള എന്റെ ഭക്തിയെ പ്രകടമാക്കുന്നു. ഈ ദിവസത്തെയും കണ്ണിനെയും കാതുകളെയും നാവിനെയും ഹൃദയത്തെയും എന്റെ സർവസ്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആയതുകൊണ്ട് എന്റെ നല്ല അമ്മയെ, എന്നെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് കാത്തുരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവിന്റെ മാതാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ഓരോ പുണ്യങ്ങളും നമ്മളിലും നിറയുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യാശ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, എളിമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ
ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശ്രമശീലം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അനുസരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എന്റെ ഹൃദയത്തിൽ വെളിച്ചം വീശണമേ. പരിശുദ്ധാത്മാവേ എന്റെ മനസ്സിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ എന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി എന്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധീകരിക്കണമേ. ചൊല്ലി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ മറിയമേ, എന്റെ ഹൃദയത്തെ അങ്ങയുടേതാക്കി മാറ്റണമേ. പുണ്യങ്ങളാൽ നിറച്ച് പരിശുദ്ധിയുടെ പൂമാല ചാർത്തണമേ. അങ്ങേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന എന്റെ ഹൃദയം അങ്ങയുടെ സ്വന്തമാക്കണമേ. അങ്ങേക്കുള്ള കാഴ്ചവസ്തുവായി എന്റെ ഹൃദയത്തെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കണമേ. അങ്ങയുടെ ഹൃദയത്തെ മറ്റുള്ളവർ അറിയുവാൻ എന്നെ അങ്ങയുടെ ഉപകരണമായി മാറ്റണമേ. പന്തക്കുസ്ത പ്രാർത്ഥനയും നമ്മൾ ചൊല്ലുന്നു. ഏറ്റുചൊല്ലാം. ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ മാറ്റണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ നിറയ്ക്കണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ. ഓ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ഹൃദയത്തിൽ എന്നെ പ്രതിഷ്ഠിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. എന്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ അങ്ങയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ.
നമ്മുടെ കർത്താവീശോവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.